വക്കീലിത്തത്തിന് എങ്ങനെ ഇരിക്കുന്നു മോളെ? ഇന്നല്പം കുറവുണ്ടപ്പച്ച. മോളെപ്പോഴും അപ്പന്റെ അടുത്ത് തന്നെ ഇരിക്കണം. അദ്ദേഹം എന്തെല്ലാം ചെയ്താലും മോളപ്പനല്ലേ. ഞാൻ അടുത്ത് നിന്ന് മാറാറേയില്ല. ഇന്നിവിടെ ചെലവിന് വേണ്ടിയതെല്ലാം ഉണ്ടോന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്നത്തേക്ക് എല്ലാം ഉണ്ട് മോളെ. ഇതാ ഇതിരിക്കട്ടെ. നാളെ രാവിലെ എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒത്തില്ലെങ്കിലോ? ഞാൻ ഇന്ന് രാവിലെ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു. ബാബുവിന്റെ എഴുത്തന്വേഷിച്ചു. അപ്പച്ചൻ എന്തിനാണ് എന്നും ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പോകുന്നത്? ബാബു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങോട്ട് വരും. കഷ്ടകാലം പിടിച്ചവന്റെ തലയിൽ കാരാമ കടിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അത് അനുഭവത്തിലുമായി. ഏതായാലും ഒരു കണക്കിന് നന്നായി. കുറെ നാൾ മനസ്സമാധാനമായിട്ട് കഴിയാൻ. എന്നാലും എന്റെ ബാബു, ഇത്രയും നാള് നമ്മൾ ആ സ്ത്രീയുടെ വീട്ടിൽ താമസിച്ചിട്ടും അവിടെ ഈ കള്ളനോട്ടടിയാൻ നടക്കുന്നത് നമ്മൾ അറിഞ്ഞില്ല. എത്ര വിദഗ്ധമായിട്ടാ ഈ നോട്ട് ആ പുസ്തകത്തിനകത്ത് കയറ്റി ആ വ്യവസായം നടത്തിക്കൊണ്ടിരുന്നത്. മനസ്സറിഞ്ഞല്ലെങ്കിലും നമ്മളും കേസിൽ കുടുങ്ങിയില്ലേ? ആ ഇനി ഒരു 5-6 കൊല്ലം ഇവിടെ കിടക്കാം. എവിടുന്ന് കിട്ടി? ദേഹപരിശോധന കഴിഞ്ഞില്ലേ അകത്ത് വിട്ടത്? ഇതെങ്ങനെ കടത്തി? വളരെ പാടുപെട്ടാ ഇത് കടത്തിയത്. ഇവിടെ വായിക്കാൻ പറ്റില്ല. വരൂ. അന്നക്കുട്ടി, നീ എന്തിനാ കരയുന്നത്? എന്റെ ഒരു കൂട്ടുകാരത്തി ശോശാമ്മയെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഓ, നിന്റെ ബാബു സ്നേഹിച്ചിരുന്ന അവളുടെ കത്താണിത്. 5-6 കൊല്ലം മുമ്പ് അവളും ബാബുവും കൂടി ഒളിച്ചോടി വന്ന് നമ്മുടെ എസ്റ്റേറ്റിന്റെ അടുത്ത് താമസിച്ചിരുന്നു. ഒടുവിൽ അവളുടെ അപ്പം വന്ന് അവളെ പിടിച്ചു കൊണ്ടുപോയി. പിന്നീട് ബാബുവിനെ പറ്റി യാതൊരു വിവരവുമില്ലെന്നാണ് കത്ത്. ഓഹോ. ബാബു മരിച്ചു കാണുമെന്ന് എല്ലാരും പറയുന്നു. ബാബുവിന്റെ പെങ്ങന്മാരിൽ ലൂസി ഒരു 2ാം കെട്ടുകാരൻ റേഷൻ കടക്കാരനും മേരിയെ ഒരു നാടകക്കാരനും കത്രീനയെ ഒരു കൂലിവേലക്കാരനും കല്യാണം കഴിച്ചു. മത്തായി സാറും ഭാര്യയും മരിച്ചു ജീവിക്കുന്ന പോലെ ആ വീട്ടിൽ കഴിയുന്നു. ബാബുവിനെ പിരിയുമ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു. ഞാൻ പ്രസവിച്ചു. പക്ഷേ കുഞ്ഞു മരിച്ചുപോയി. ഡാഡി, ആ കുഞ്ഞു മരിച്ചില്ല. നീ പ്രസവിച്ച കുഞ്ഞ്. മോളെ, നിന്നെ വേറെ കെട്ടിക്കണമെന്നുള്ള വിചാരം കൊണ്ടാണ് നിനക്ക് ഗർഭമുണ്ടെന്നറിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ പോയത്. അവിടെ നഴ്സിംഗ് ഹോമിൽ വെച്ച് നീ പ്രസവിച്ചപ്പോൾ കുഞ്ഞിനെ ഞാൻ മാറ്റിച്ചു. ഒരമ്മ പോലും അറിയാതെ ആ കുഞ്ഞ് മരിച്ചു എന്ന് എന്നെ വിശ്വസിപ്പിച്ചു. മോളെ, ഡാഡി, ഡാഡി, എന്റെ കുഞ്ഞ് എവിടെയുണ്ട് ഡാഡി? എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടുമോ ഡാഡി? ഡാഡി, കിട്ടുമ്പോളെ തീർച്ചയായും നിന്നെ ശുശ്രൂഷിച്ച ആ നഴ്സിനെ നീ കണ്ടാൽ മതി. മോളെ, മോളെ, എനിക്ക് മാപ്പ് തരൂ. ഒന്ന് ചോദിച്ചോട്ടെ, സിസ്റ്റർ മേരി എവിടെ? വാർഡ് നമ്പർ 5-ലുണ്ട്. സിസ്റ്റർ, സിസ്റ്റർ മേരി അല്ലേ? അതെ. എന്റെ പേര് ശോശാമ്മ എന്നാണ്. 5 കൊല്ലത്തിന് മുൻപ് ഞാനിവിടെ പ്രസവത്തിന് വന്നിരുന്നു. ഓ, സ്റ്റാഫ് വക്കീലിന്റെ മകൾ? അതെ. വക്കീൽ സാറിന് സുഖമാണോ? ഡാഡി മരിച്ചു. മരിക്കുന്നതിന് മുൻപ് എല്ലാ രഹസ്യവും പറഞ്ഞു. എന്തോന്ന്? എന്റെ കുഞ്ഞു മരിച്ചിട്ടില്ല. എവിടെയാണെന്ന് സിസ്റ്ററിനറിയാം. സിസ്റ്റർ, എന്റെ കുഞ്ഞിനെ എനിക്ക് തരൂ സിസ്റ്റർ. എനിക്ക് മറ്റാരുമില്ല സിസ്റ്റർ. അറിയാതെ എന്റെ കൂടെ വരും. എലി,
ഇവിടുത്തെ തൂപ്പുകാരിയാണ്. 5 വർഷത്തിനു മുമ്പ് ഒരു കുഞ്ഞിനെ തന്നല്ലോ. ആ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയാണിത്. ആ കുഞ്ഞ് എന്റേതാണ്. അവന്റെ അമ്മയാണ് ഞാൻ. അവൻ എവിടെ? അവനെ ഗർഭമായിരിക്കുമ്പോൾ അവന്റെ അച്ഛൻ പോയതാണ്. എനിക്ക് മറ്റാരുമില്ല. കരയാൻ ശോശാമ്മ. ഏലി, നീ അവരുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കണം. നിനക്ക് എന്ത് വേണമെങ്കിലും അവർ തരും. അതറിഞ്ഞില്ലേ? ആ കുഞ്ഞിനെ ഡോക്ടർ അദ്ദേഹം മറ്റൊരാൾക്ക് കൊടുപ്പിച്ചു. എനിക്ക് തന്നു 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. അദ്ദേഹം എനിക്ക് കുറച്ച് രൂപയും തന്നു. ആ ഡോക്ടർ എവിടെ? നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. അദ്ദേഹം വാർ സർവീസിൽ ചേർന്നിരുന്നു. യുദ്ധരംഗത്ത് വെച്ച് മരിച്ചുപോയി. എന്താ മോളെ, കുഞ്ഞിനെ കണ്ടില്ലേ? എന്റെ കുഞ്ഞിനെയെങ്കിലും എനിക്ക് തിരിച്ചു തരാനുള്ള കരുണ ദൈവം തമ്പുരാൻ കാണിക്കുന്നില്ല അമ്മച്ചി.